ചേച്ചി ഇതൊക്കെ എടുക്കാം. നമുക്കിത് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗാണ്. കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്രിക്സിലേക്ക് വന്നതാണ് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോപ്രിക്സിലേക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വന്നു. സോ അങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓരോരോ കാര്യങ്ങളിങ്ങനെ എടുക്കാൻ കേട്ടോ. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷുവൊക്കെ പ്രമാണിച്ച് ഓഫർ ഉണ്ട് കേട്ടോ നല്ല. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ വണ്ടി ഒന്നിക്കൊണ്ട് പോവാണ്. സോ ഇതിൽ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. നെയ്ക്കൊക്കെ നല്ല ഓഫറുണ്ട്. ഈ ഒരു നെയ്ത ചെറുതായ നെയ്ത് 250 റുപ്യ വന്നിട്ട് 370 റുപ്യക്ക് നല്ല വെളിച്ചമാണ് നമുക്ക്. സോ പിന്നെ നമ്മൾ നല്ല മണുള്ള അരി നോക്കിയിട്ട് എടുക്കാൻ. തനിമരിയില്ലേ, നെയ്ച്ചോറ് വെക്കുന്ന അരി. അതായത് നമ്മൾ എത്ര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മണക്കാറില്ല കേട്ടോ അരി. നല്ലോണം മണത്ത് പൊന്തുന്ന അരി. വല്ല ചിലപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലോണം മണം ഉണ്ടാവില്ല അവരുടെ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അരി നോക്കിയിട്ട് എടുക്കാമെന്ന്. പക്ഷേങ്കിൽ വെച്ചിട്ട് മണമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കുറച്ച് ലേറ്റായൊരു വീഡിയോ ആണ് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസമായിട്ട് ഇതെടുത്തിട്ട് അങ്ങനെ അരിൻ്റെ മണമൊക്കെ നോക്കിയിട്ട് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്നാണ് അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ അരിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അരി എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് അരികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പിന്നെന്താണ് എന്താണ് കേസാ പിന്നെ ഇത് ഉന്തിക്കൊണ്ട് പോകാന്നിട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ അരിയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇട്ട്. അതായത് ഇങ്ങനത്തെ പാക്കറ്റ് ജീരകശാല നമുക്ക് കിട്ടുമല്ല, അത് നല്ലതെന്നാണ് എൻ്റെ സിസ്റ്റർ പറഞ്ഞത്. അധികം യൂട്യൂബേഴ്സ് എല്ലാം യൂസ് ആക്കുന്നത് ഈ ഒരു അരിയാന്ന് ഇട്ടാ. അതെനിക്ക് തോന്നുന്നു നല്ലതാണെന്ന്. കാരണം അത് കുറച്ചൊരു മണം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ മാമാൻ്റെ പോർക്കുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഉണ്ടായിന്. നല്ല മണം ഉണ്ടായിരുന്നു കുറച്ച് വെച്ചിട്ടാകുമ്പോൾ. പിന്നെ നമ്മൾ അച്ചാർ നോക്കിയെടുക്കുകയാണ്. സോ അങ്ങനെ പലതരം ഐറ്റംസിനും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാ. പിന്നെന്താണ് പിന്നെ നമ്മൾ ഈ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതാണ് കുറച്ചധികം തന്നെ. കാരണം ഇടയ്ക്ക് വിട്ട് വാങ്ങുന്ന സംഭവങ്ങളാണ് കേട്ടോ, കുറച്ച് ഇടവിട്ടിട്ട്. പിന്നെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. സോ വെള്ളപ്പത്തിൻ്റെ പൊടി അന്ന് നമ്മൾ എടുക്കുന്നത് ഒന്ന് തന്നെ ആയിരുന്നു. പിന്നെ വേറെ എടുത്തായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ ഈ വെള്ളപ്പം. അതെന്താണ് എന്ത് കമ്പനിയാണ് നിറ പറയാന്നിട്ടാ. പക്ഷെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്തെന്ന് വെച്ചാൽ അതിലേക്ക് തേങ്ങ കരച്ച് കൂട്ടേണ്ടി വരണം. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. സോ പിന്നെ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് വെള്ളപ്പത്തിൻ്റെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുഡിങ് ആക്കുന്നതാണെങ്കിലേ പിന്നെ പുഡിങ് ക്യാൻസലാക്കി. പുഡിങ് ഉണ്ടാക്കിയാൽ ഞാനും ഒളിഞ്ഞെടുത്തിട്ട് തിന്നേണ്ടി വരും. എന്നിട്ട് നമ്മളവിടെ അങ്ങനെ പുഡിങ് കാര്യങ്ങളൊക്കെ കഴിക്കൽ കുറവാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ തന്നെ കുറവാണ് കഴിക്കൽ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പുഡിങ് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ പുഡിങ് അല്ല, എടുത്ത സാധനം അവിടെ തന്നെ വെച്ച് കിട്ടാ. പിന്നെ നമ്മൾ ചീസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നാളെ പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നാളെയല്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചീസൊക്കെ നോക്കി എടുക്കാമെന്നിട്ടാ. അതായത് പിസ്സ ചീസിന്, അതായത് മൊസറല്ല ചീസിന് എടുക്കാമെന്നാണ് പ്ലാന്. അതാണ് ഈ ചീസ് വന്നിട്ട് എടുത്തത്. പിന്നെ നമ്മളിങ്ങനെ നോക്കി എടുക്കുന്നതാണ് ഓരോന്നും. പിന്നെന്താണ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം വാങ്ങി. പിന്നെ കേടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബിൽ കൗണ്ടറിൽ അത്ര ആളില്ല കേട്ടോ ഇന്ന്. സോ അല്ലെങ്കിൽ കുറേ ആളുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചാൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരോ കെട്ടുകൊടുത്തിട്ട് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെക്കണം എന്നില്ല, ആക്ച്വലി അവരിന്നെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരോ സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പാക്കൊക്കെ ആക്കി നേരെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടാറ്റാ.